അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ മലബാരി വ്ളോഗ് ബൈ യൂസഫ് 2 എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ചില നിയമങ്ങൾ ഞാൻ പാലിച്ചിട്ടില്ല എന്ന് യൂട്യൂബിന് തോന്നിയത് കൊണ്ട് എൻ്റെ നിലവിലുണ്ടായിരുന്ന ചാനൽ അവർ ടെർമിനേറ്റ് ചെയ്തു. അതോടൊപ്പം ജനങ്ങളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 40,000-ഓളം സബ്സ്ക്രൈബുകൾ പിന്നിട്ടിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ എൻ്റെ അറിവില്ലായ്മ, അതാണ് ഞാൻ എല്ലാവരോടും യൂട്യൂബേഴ്സിനോടൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മൾ പച്ച പിടിപ്പിച്ച് കൊണ്ടുവരുന്ന ഈ ചാനൽ നഷ്ടപ്പെടുത്തരുത് ഒരു കാരണവശാലും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അതിശക്തമായിട്ടുള്ള പരാജയ ഭീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് തന്നെയാണ് അറിയുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ നിർദ്ദേശങ്ങളെ ഒക്കെ മറികടന്ന് അവിടെ പ്രതിഷേധങ്ങളേക്ക് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വീണ്ടും ഇസ്രായേൽ ലബനാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് വ്യക്തമായൊരു വാർത്ത വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഈ ഹിസ്ബുള്ളയെ അഥവാ ലബനാനിലെ ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ പിന്നെ ഞങ്ങൾക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കും. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലിനെ പരിപോഷിപ്പിച്ചും പരിപാലിച്ചും കൊണ്ടുവരുന്ന US കേന്ദ്രങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇത് എവിടെ പറഞ്ഞതാണ് എന്ന് ചോദിച്ചാൽ UN-ലെ ഇറാൻ മിഷനിൽ അതാണ് അവതരിപ്പിച്ച ഒരു സംഭവത്തിലാണ് അവിടുത്തെ പ്രതിനിധി പറഞ്ഞതാണ്. അതിൽ യാതൊരു വ്യത്യാസവും അവർ കാണിക്കുകയില്ല. അവർ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുമുള്ള ഹിസ്ബുള്ളയുടെ എല്ലാ വാഗ്ദാനങ്ങളും അതോടൊപ്പം തന്നെ ഇറാൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും അവർ പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. അവർ കോമഡി ആവാൻ വേണ്ടി ഒരിക്കലും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അത് US-ന്റെ പക്ഷത്തു നിന്നും ഇസ്രായേലിൻ്റെ പക്ഷത്തു നിന്നുമാണ് ഈ ബുദ്ധികേടുകൾ അഥവാ പക്വതയില്ലായ്മ വന്നുകൊണ്ടിരുന്നതൊക്കെ തന്നെ. അപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് വാണിംഗ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ലബനാനെ ആക്രമിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നോക്കി നിൽക്കില്ല. ഞങ്ങൾ ഇസ്രായേലിനെ കടന്നാക്രമിക്കും. ഈ ഒരു വാർത്ത ലോകം ഇപ്പോൾ ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുക. എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു യുദ്ധം പുറപ്പെടുന്നത് സാധാരണ രീതിയിലുള്ള മനുഷ്യരൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധം കെടുതികളെ ഉണ്ടാക്കും. യുദ്ധം മനുഷ്യർക്ക് സമാധാനം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആക്രമണം പുറപ്പെടരുത് എന്നാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷേ ഇപ്പോൾ ഇതാ ശക്തമായിക്കൊണ്ട് പ്രതിഷേധങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് സൈന്യങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയും. മാത്രമല്ല ഭൂമിക്കടിയിലൂടെ ഇറാനിൽ നിന്ന് തുരങ്കങ്ങൾ വരെയുണ്ട് യഥാർത്ഥത്തിൽ ലബനാനിലേക്ക്. അതുപോലെ തന്നെ ഗസയിൽ നിന്നുണ്ടായിരുന്ന തുരങ്കങ്ങളെക്കുറിച്ച് ഇന്നും ഇസ്രായേലിനോ US-നോ ഒരു പിടിപാടുമില്ല. അവർക്ക് അറിഞ്ഞുകൂടാ എവിടെയാണ് അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അവർ അത് ഉപയോഗിക്കുന്നത്, എത്രമാത്രം ശക്തിയുണ്ട് അവർക്ക്. ഇതൊന്നും തന്നെ ഈ പറയുന്ന US-നാവട്ടെ ഇസ്രായേലിനാവട്ടെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം ഈ പറയുന്ന ഹിസ്ബുള്ളക്കും ഹമാസിനും കൃത്യമായിട്ട് തന്നെ ഈ ഇസ്രായേലിൻ്റെ ആയുധങ്ങളുടെ പരിധിയെയും പരിമിതിയെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും നമ്മളെ പരിഹാസ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ തോൽക്കുകയാണ് എന്നാണ് അവിടുത്തെ പ്രാദേശിക പത്രങ്ങളും പറയുന്നത്. എല്ലാവിധ സന്നാഹങ്ങളോടും പ്രത്യേകിച്ച് US-ന്റെയും സൈനികരുടെയും സഖ്യരാജ്യങ്ങളുടെയും എല്ലാ പിന്തുണയോടും കൂടെയാണ് ഏറ്റുമുട്ടുന്നത്. 9 മാസത്തിലേക്ക് അടുത്തു. എന്നിട്ടും കുറേ നിരപരാധികളെ കൊന്നു തള്ളുന്നു എന്നതിൽ ഒഴിച്ചു നിർത്തിയാൽ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ ഈ യുദ്ധത്തിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ യുദ്ധത്തിൻ്റെയും സ്ഥിതി അത് തന്നെയാണ്. അപ്പോൾ ഈ യുദ്ധത്തിനും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടില്ല. കുറേ പട്ടിണി പാവങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് നശിപ്പിക്കുന്നതിന് സഹായിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇസ്രായേലിനും കനത്ത നഷ്ടമാണ്. ആ ഇസ്രായേലിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന US-നും കനത്ത നഷ്ടമാണ്. സഖ്യ രാജ്യങ്ങൾക്കും നഷ്ടമാണ്. എത്രയും വേഗം ഈ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.